മലയാള സാഹിത്യരംഗത്തെ ഏറ്റവും അഭിമാനകരവും ആദരണീയവുമായ പുരസ്കാരങ്ങളിൽ ഒന്നാണ് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം. അവിസ്മരണീയനായ കവിയും ചലച്ചിത്രഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥം 1977 വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. ഓരോ വർഷവും ഒക്ടോബർ 27 വയലാറിന്റെ ചരമവാർഷിക ദിനത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഈ പുരസ്കാരം മലയാളത്തിലെ മികച്ച സർഗാത്മക കൃതികൾക്കാണ് നൽകിവരുന്നത്. നോവൽ, കവിത, യാത്രാവിവരണം, ജീവചരിത്രം തുടങ്ങി സാഹിത്യത്തിന്റെ വിവിധ ശാഖകളിൽ മുദ്രപതിപ്പിച്ച മഹാപ്രതിഭകളാണ് ഈ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. കേരള PSC പരീക്ഷകളിലും ജനറൽ നോളജ് മത്സരങ്ങളിലും സ്ഥിരമായി ചോദിച്ചുവരുന്ന വയലാർ അവാർഡുമായി ബന്ധപ്പെട്ട 50 പ്രധാന ചോദ്യോത്തരങ്ങൾ താഴെ നൽകുന്നു. 1. വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏത്? 1977. 2. ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനം. 3. ലളിതാംബിക അന്തർജനത്തിന് ആദ്യ വയലാർ അവാർഡ് നേടിക്കൊടുത്ത പ്രശസ്തമായ കൃതി ഏതാണ്? അഗ്നിസാക്ഷി 1977. 4. വയലാർ അവാർഡ് ജേതാക്കൾക്ക് നൽകുന്ന ശില്പം രൂപകൽപ്പന ചെയ്ത പ്രശസ്ത ശില്പി ആര്? കാനായി കുഞ്ഞിരാമൻ. 5. ഏറ്റവും ഒടുവിലായി പ്രഖ്യാപിക്കപ്പെട്ട 49 മത് 2025 വയലാർ അവാർഡിന് അർഹനായ എഴുത്തുകാരൻ ആര്? ഇ. സന്തോഷ് കുമാർ. 6. ഇ. സന്തോഷ് കുമാറിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ്? തപോമയിയുടെ അച്ഛൻ. 7. വയലാർ അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിക്കുന്നത് സാധാരണയായി ഏതു ദിവസമാണ്? ഒക്ടോബർ 5. വയലാറിന്റെ ചരമദിനമായ ഒക്ടോബർ 27 പുരസ്കാരം സമ്മാനിക്കുന്നത്. 8. രണ്ടാമത്തെ വയലാർ അവാർഡ് 1978 നേടിയ വ്യക്തി ആരാണ്? പി. കെ. ബാലകൃഷ്ണൻ. കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ. 9. മലയാറ്റൂർ രാമകൃഷ്ണന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? യന്ത്രം 1979. 10. പ്രശസ്ത നോവലായ കയർ എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? തകഴി ശിവശങ്കരപ്പിള്ള 1980. 11. മകരകൊയ്ത്ത് എന്ന കവിതാസമാഹാരത്തിന് വയലാർ അവാർഡ് നേടിയ കവി ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ 1981. 12. ONV. കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാസമാഹാരം ഏതാണ്? ഉപ്പ് 1982. 13. മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ നോവലുകളിൽ ഒന്നായ അവകാശികൾ എന്ന കൃതിക്ക് വയലാർ അവാർഡ് നേടിയതാര്? വിലാസിനി M. കെ. മേനോൻ 1983. 14. സുഗതകുമാരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? അമ്പലമണി 1984. 15. M. ടി. വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത മാസ്റ്റർപീസ് നോവൽ ഏതാണ്? രണ്ടാമൂഴം 1985. 16. സഫലമീയാത്ര എന്ന പ്രശസ്ത കവിത അടങ്ങിയ സമാഹാരത്തിന് വയലാർ അവാർഡ് ലഭിച്ചതാര്? എൻ. കക്കാട് 1986. 17. തത്വമസി എന്ന പ്രശസ്തമായ ദാർശനിക ഗ്രന്ഥത്തിന് വയലാർ അവാർഡ് നേടിയ നിരൂപകൻ ആര്? സുകുമാർ അഴീക്കോട് 1989. 18. OV. വിജയന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ്? ഗുരുസാഗരം 1991. 19. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന് വയലാർ അവാർഡ് നേടിയതാര്? പ്രൊഫസർ M. കെ. സാനു 1992. 20. ആനന്ദിന് പി. സച്ചിദാനന്ദൻ വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ്? മരുഭൂമികൾ ഉണ്ടാകുന്നത് 1993. 21. തുടർച്ചയായി വായിക്കപ്പെടുന്ന ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിന് 1996 വയലാർ അവാർഡ് നേടിയതാര്? പെരുമ്പടവം ശ്രീധരൻ. 22. മാധവിക്കുട്ടിക്ക് കമലസുരയ്യ വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? നീർമാതളം പൂത്തകാലം 1997. 23. കോവിലന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത പ്രശസ്തമായ നോവലേത്? തട്ടകം 1999. 24. M. മുകുന്ദന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവലേതാണ്? കേശവന്റെ വിലാപങ്ങൾ 2003. 25. സാറാ ജോസഫിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവലേതാണ്? ആലാഹയുടെ പെൺമക്കൾ 2004. 26. പ്രശസ്ത കവി കെ. സച്ചിദാനന്ദന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? സാക്ഷ്യങ്ങൾ 2005. 27. M. പി. വീരേന്ദ്രകുമാറിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത പ്രശസ്തമായ യാത്രാവിവരണം ഏതാണ്? ഹൈമവതഭൂവിൽ 2008. 28. കെ. പി. രാമനുണ്ണിക്ക് 2011 വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയേത്? ജീവിതത്തിന്റെ പുസ്തകം. 29. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്?
അന്തിമഹാകാലം 2012. 30. പ്രഭാവർമ്മയ്ക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കാവ്യഖണ്ഡമേതാണ്? ശ്യാമമാധവം 2013. 31. കെ. ആർ. മീരയ്ക്ക് വലിയ ജനപ്രീതി നേടിക്കൊടുത്ത ഏത് നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്? ആരാച്ചാർ 2014. 32. സുഭാഷ് ചന്ദ്രന് 2015 വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവലേതാണ്? മനുഷ്യന് ഒരു ആമുഖം. 33. യു. കെ. കുമാരന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? തക്ഷൻകുന്ന് സ്വരൂപം 2016. 34. ടി. ഡി. രാമകൃഷ്ണന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ്? സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി 2017. 35. വി. ജെ. ജെയിംസിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ്? നിരീശ്വരൻ 2019. 36. ബെന്യാമിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ്? മാന്തളരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ 2021. 37. ഏറെ ചർച്ച ചെയ്യപ്പെട്ട മീശ എന്ന നോവലിന് വയലാർ അവാർഡ് ലഭിച്ചതാര്? എസ്. ഹരീഷ് 2022. 38. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്ക് 2023 വയലാർ അവാർഡ് നേടിയ പ്രശസ്ത ഗാനരചയിതാവ് ആര്? ശ്രീകുമാരൻ തമ്പി. 39. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? പെരുമ്പടവം ശ്രീധരൻ. 40. വയലാർ അവാർഡ് തുക നിലവിൽ എത്ര രൂപയാണ്? 1,00,000 രൂപ, കൂടാതെ കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവും പ്രശസ്തിപത്രവും. 41. വയലാർ അവാർഡ് നേടുന്ന ആദ്യത്തെ ദമ്പതികൾ ആരെല്ലാമാണ്? എം. ടി. വാസുദേവൻ നായരും രണ്ടാമൂഴം അദ്ദേഹത്തിന്റെ പത്നിയല്ല, എന്നാൽ മലയാള സാഹിത്യത്തിൽ അവാർഡ് നേടിയ പ്രശസ്തരായ മറ്റ് എഴുത്തുകാരുണ്ട്. കുറിപ്പ്: സാഹിത്യദമ്പതികളായ ഒളപ്പമണ്ണയ്ക്കും ലീലാവതിക്കും വെവ്വേറെ വർഷങ്ങളിൽ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 42. പ്രതിപാത്രം ഭാഷൺഭേദം എന്ന കൃതിക്ക് വയലാർ അവാർഡ് നേടിയ നാടകകൃത്ത് ആര്? എൻ. കൃഷ്ണപിള്ള 1987. 43. അരങ്ങ് കാണാത്ത നടൻ എന്ന ആത്മകഥയ്ക്ക് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? തിക്കോടിയൻ 1995. 44. സൃഷ്ടിയും സൃഷ്ടാവും എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ച നിരൂപകൻ ആര്? എസ്. ഗുപ്തൻ നായർ 1998. 45. ടി. പത്മനാഭന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് 2001. 46. ഡോക്ടർ എം. ലീലാവതിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? അപ്പുവിന്റെ അന്വേഷണം 2007. 47. വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാസമാഹാരം ഏതാണ്? ചാരുലത 2010. 48. എഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാസമാഹാരം ഏതാണ്? ഒരു വിർജീനിയൻ വെയിൽക്കാലം 2020. 49. വയലാർ അവാർഡ് ലഭിച്ച കൃതികൾ പൊതുവെ ഏതുതരം സാഹിത്യത്തിനാണ് മുൻഗണന നൽകാറുള്ളത്? നോവൽ, കവിത, നിരൂപണം, ആത്മകഥ തുടങ്ങിയ സർഗാത്മക മലയാള കൃതികൾക്ക്. 50. വയലാർ അവാർഡ് വിതരണ ചടങ്ങ് എല്ലാ വർഷവും എവിടെവെച്ചാണ് സാധാരണയായി നടക്കാറുള്ളത്? തിരുവനന്തപുരം, നിശാഗന്ധി ഓഡിറ്റോറിയം അല്ലെങ്കിൽ AKG ഹാൾ.